നമസ്കാരം. കേരളത്തിൽ ഏറ്റവും അധികം മാർക്കറ്റുള്ള ഒരു രാഷ്ട്രീയ വികാരമാണ് BJP വിരോധം. BJP എന്ന് പറയുന്നത് ഒരു വെറുക്കപ്പെടേണ്ട രാഷ്ട്രീയമാണെന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട്. BJP ഒരു ഫാസിസ്റ്റ് സംഘടനയാണ്, ന്യൂനപക്ഷങ്ങളുടെ വംശഹത്യയാണ് അവരുടെ അജണ്ട എന്നൊക്കെയാണ് ഇവർ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ 2014 വരെ കേരളത്തിൽ BJPക്ക് 5% വോട്ട് നേടാൻ കഴിയുമായിരുന്നില്ല പൊതു തെരഞ്ഞെടുപ്പിൽ. എന്നാൽ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന മോദി 2014 ഇന്ത്യൻ പ്രധാനമന്ത്രിയായതോടെ രാജ്യത്ത് മുഴുവനുണ്ടായ മാറ്റം ചെറിയ അളവിലാണെങ്കിലും കേരളത്തിലും സംഭവിച്ചു. ഇന്ന് 12 വർഷം കഴിയുമ്പോൾ കേരളത്തിലെ BJPയുടെ വോട്ടിംഗ് പാറ്റേൺ 20% ഉയർന്നു. അതുകൊണ്ട് തന്നെ BJP വിരോധികളുടെ ആശങ്ക അതിരുകടക്കുന്നു. അവർ ഏതറ്റം വരെ പോയി BJP വിരോധം പ്രചരിപ്പിക്കും. BJPയുടെ വിജയസാധ്യതയെക്കുറിച്ച് അവർ പരിഹസിക്കും. എന്നാൽ BJP വിജയിക്കുന്ന സാഹചര്യമുണ്ടാവുമ്പോൾ അവർ നെട്ടോട്ടത്തിലാണ്. BJP മതം പറയുന്നു, വർഗീയത പറയുന്നു എന്നാരോപിക്കുന്നവർ തന്നെ ഏറ്റവും ശക്തവും ഹീനവുമായ മതം പറയും. BJPക്കാർ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാതെ പറയുന്ന കാര്യം വർഗീയതയുടെ ഉദാഹരണമായി, വംശഹത്യയുടെ തുടക്കമായി വിശേഷിപ്പിക്കുന്നവർ വർഗീയതയുടെ അങ്ങേയറ്റം ഛർദ്ദിച്ചാലും അത് മതേതരമാണെന്ന് വിശേഷിപ്പിക്കപ്പെടും. BJPക്കാർ എവിടെയെങ്കിലും വിജയിച്ചേക്കും എന്ന റിപ്പോർട്ടാണ് ഇവരുടെ ഉറക്കം കെടുത്തുന്നത്. ഈ തെരഞ്ഞെടുപ്പ് BJPക്ക് വോട്ട് വിഹിതം വർദ്ധിക്കുമെന്ന് സകല സർവേകളും പറയുന്നത് ഇവരുടെ ഉറക്കം കെടുത്തുകയാണ്. എങ്ങനെ ഒറ്റതിരിഞ്ഞ് BJPയെ തോൽപ്പിക്കാം എന്ന് ഇവർ കച്ചകെട്ടുന്നു. BJPയെ തോൽപ്പിക്കാൻ അവർ ഏതറ്റം വരെ വർഗീയത പറയും. മതേതരത്വത്തിൻ്റെ മേലങ്കി അണിഞ്ഞുകൊണ്ടുള്ള വർഗീയതയാണത്. BJP നേതാവ് B. ഗോപാലകൃഷ്ണൻ ഗുരുവായൂർ അമ്പലം ഇരിക്കുന്നിടത്ത് ഒരു ഹിന്ദു MLA വേണ്ടേ എന്ന് ചോദിച്ചത് കടുത്ത വർഗീയതയായി. ഗോപാലകൃഷ്ണനെതിരെ കേസ് പോലും എടുക്കുകയാണ് പോലീസ്. പക്ഷെ അതിനേക്കാൾ എത്രയോ തീവ്രമായ വർഗീയതയാണ് ഇവരിൽ പലരും പ്രചരിപ്പിക്കുന്നത്. പക്ഷേ ആർക്കും അതേക്കുറിച്ച് പരാതിയില്ല, ചർച്ചയില്ല, കേസെടുക്കാൻ ആഹ്വാനമില്ല. നേമത്ത് രാജീവ് ചന്ദ്രശേഖർ ജയിക്കും എന്ന സൂചന ശക്തമായതോടെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20,000 വോട്ടിന് ഭൂരിപക്ഷം രാജീവ് ചന്ദ്രശേഖർ നേമത്ത് നേടിയതോടെ ചിലരുടെയൊക്കെ ഉറക്കം കെട്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലും രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കണം. അതിനുവേണ്ടി പരസ്യമായ മത ആഹ്വാനങ്ങൾ ഇവർ നടത്തി തുടങ്ങി. ഒരു ഉസ്താദ് ഇങ്ങനെയാണ് പ്രസംഗിച്ചത്: ഏതെങ്കിലും ഒരു പക്ഷത്ത് നിലയുറപ്പിച്ച് അവരുദ്ദേശിക്കുന്ന തീരുമാനിക്കുന്ന പാർട്ടിക്ക് വോട്ട് കുത്തുക എന്നതിനപ്പുറത്ത് ഏറ്റവും പക്വമായി ചിന്തിച്ച് ഫാഷിസത്തിന്റെ വക്താവിന് ഒരിക്കലും അധികാര കസേര കൊടുക്കുകയില്ല എന്ന ക്രിയാത്മകമായ ചിന്തയിൽ നിന്ന് നാം നമ്മുടെ വോട്ടിന്റെ കർത്തവ്യം രേഖപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. 2 മണ്ഡലങ്ങളുടെ സംഗമ സ്ഥലമാണ് കരമന. 2 മണ്ഡലങ്ങൾ, തിരുവനന്തപുരം മണ്ഡലം, നേമം മണ്ഡലം. നേമം മണ്ഡലത്തിൽ വർഗീയ ശക്തികൾ ജയിച്ചു കയറാമെന്ന ആത്മവിശ്വാസത്തിലാണ്. അവരുടെ അനൗൺസ്മെന്റ് പോലും അങ്ങനെയാണ്. അവർക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. ഇവിടെ 29,000-ഓളം വരുന്ന മുസ്ലിം വോട്ടുകളുണ്ട്. ഈ മുസ്ലിം വോട്ടുകൾ 29,000 മുസ്ലിം വോട്ടുകൾ നിർണായകമാണ്. നാം വോട്ട് ചെയ്ത് കാത്തിരുന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ എന്റെ വോട്ട് പാഴായി പോയല്ലോ എന്ന വ്യസനം നമ്മളെ ബാധിക്കാതിരിക്കാൻ നമ്മൾ പക്വമായി ചിന്തിക്കണം. ജയിക്കുന്ന സ്ഥാനാർത്ഥി ഏതെന്ന വിശകലനത്തിൽ നിന്ന് മതേതര ചേരിയിലുള്ള ജയിക്കുന്ന സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കുക, ആ രംഗത്തേക്ക് വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ സമാഹരിക്കുക എന്നത് നമ്മുടെ കർത്തവ്യമാണ്. ഒരു ഖതീബ്, ഒരു ഇമാമ് എന്ന നിലയ്ക്ക് ഇതിനപ്പുറം എനിക്ക് പറയാൻ കഴിയില്ല. ജയസാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ ഫാഷിസത്തിന്റെ വക്താക്കൾ ജയിച്ചു കയറുന്ന ഇടങ്ങളിൽ പിന്തുണയ്ക്കുകയും അവർക്ക് കൃത്യമായി മുസ്ലിം സമാജത്തിന്റെ മൊത്തം വോട്ട് അവർക്ക് നൽകുകയും ചെയ്യുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറിയാലല്ലാതെ, ജനങ്ങൾ ചിന്തിച്ചാലല്ലാതെ, ജനങ്ങൾ പ്രവർത്തിച്ചാലല്ലാതെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളെ അധികാര കസേരയിലേക്ക് എത്താതെ തടയാൻ സാധ്യമല്ല എന്ന തിരിച്ചറിവ് സഹോദരങ്ങളെ എനിക്ക് നിങ്ങൾക്ക് ഉണ്ടാകണം. നോക്കൂ, ഉസ്താദ് പറഞ്ഞത് എന്താണ്? നമ്മൾ ഒരുമിച്ച് നിൽക്കണം BJPയെ തോൽപ്പിക്കാൻ.
നമ്മൾ രാഷ്ട്രീയം നോക്കരുത്, ജയിക്കുന്നതാരാണോ അവർക്ക് വോട്ട് ചെയ്യണം. എന്താണ് ആഹ്വാനം? BJP എന്ന ഹിന്ദു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ മുസ്ലിം മതവിശ്വാസികളെ നമ്മൾ ഒരുമിച്ച് നിൽക്കണം. BJP ജയിച്ചാൽ നമ്മുടെ വോട്ട് പാഴായി എന്ന് തോന്നും. അതുകൊണ്ട് നമ്മൾ രാഷ്ട്രീയം ഉപേക്ഷിക്കുക. നമുക്ക് രാഷ്ട്രീയം വേണ്ട. നമുക്ക് വേണ്ടത് BJPയെ തോൽപ്പിക്കാൻ സാധ്യതയുള്ള സ്ഥാനാർത്ഥി ആരാണോ അവർക്ക് വോട്ട് ചെയ്യുക എന്ന തീരുമാനമാണ്. ഓർക്കണം, കടുത്ത മുസ്ലിം വിരോധം പറഞ്ഞ് ഹിന്ദു വോട്ടുകൾ ശേഖരിക്കാൻ ശ്രമിക്കുന്ന പാർട്ടിയാണ് CPIM. ആ CPIMന് വോട്ട് ചെയ്യരുത് എന്നതാണ് ഇക്കുറി മുസ്ലിം സംഘടനകളുടെ പൊതു തീരുമാനം. എന്നിട്ട് ഉസ്താദ് പറയുന്നു, നേമത്ത് രാജീവ് ചന്ദ്രശേഖരെ തോൽപ്പിക്കാൻ സാധ്യത CPIM സ്ഥാനാർത്ഥിക്കാണെങ്കിൽ അയാൾക്ക് വോട്ട് ചെയ്യണമെന്ന്. ഇതിൽ ആരും വർഗീയത കാണുന്നില്ല. ഇതാരും അന്തിച്ചർച്ചയ്ക്കെടുക്കുന്നില്ല. ഇതിൻ്റെ പേരിൽ ആരും കേസിനെക്കുറിച്ച് മുറവിളി കൂട്ടുന്നില്ല, കേസെടുക്കുന്നില്ല. ഇത് മതേതരത്വമാണ് എന്നിവർ പ്രഖ്യാപിക്കുന്നു. നമ്മുടെ മതേതരത്വം എത്ര കപടമാണ് എന്നതിൻ്റെ തെളിവാണിത്. BJPയെ വർഗീയതയുടെ പേരിൽ എതിർക്കുന്നവർ ഇതിൽ എന്തുകൊണ്ടാണ് വർഗീയത കാണാത്തത്? മതത്തിൻ്റെ പേരിൽ ആര് വോട്ട് പിടിച്ചാലും, മതത്തിൻ്റെ പേരിൽ ആര് വോട്ട് ചെയ്യണമെന്നോ ചെയ്യരുതെന്നോ പറഞ്ഞാലും അത് വർഗീയതയാണ്. ഒരാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏതെങ്കിലും ഒരു മതത്തിന് വേണ്ടിയല്ല. അയാൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് ആ മണ്ഡലത്തിന് കീഴിലുള്ള സകലർക്കും വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സമൂഹത്തെ ഭിന്നിപ്പിക്കുന്ന ഇത്തരം പ്രസ്താവനകളെ ക്രിമിനൽ കുറ്റമായി കണക്കാക്കി കേസെടുക്കാൻ നിയമമില്ലെങ്കിൽ പുതിയ നിയമം കൊണ്ടുവരണം. ഇത് ജനാധിപത്യത്തെ അട്ടിമറിക്കുകയാണ്. സമൂഹത്തിൽ ഭിന്നതയുണ്ടാക്കാനുള്ള നീക്കമാണ്. ഒരു മതത്തിൻ്റെ പേരിലുള്ള വേർതിരിവാണ്. ഈ പ്രവണത നിയമത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നില്ല. സകലയിടങ്ങളിലും മതത്തിൻ്റെ പേരിൽ സ്വാധീനമുള്ളവർ മതത്തിൻ്റെ പേരിൽ വോട്ട് പിടിക്കാൻ ശ്രമിക്കുന്നു. മഞ്ചേശ്വരത്ത് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ ഇതേ ഗൂഢാലോചന നടക്കുന്നു. പൂഞ്ഞാറിൽ PC ജോർജിനെ തോൽപ്പിക്കാൻ ഇതേ ഗൂഢാലോചന നടക്കുന്നു. എവിടെയൊക്കെ BJPക്ക് വിജയസാധ്യതയുണ്ടെങ്കിലും അത് അട്ടിമറിക്കാൻ മതത്തിൻ്റെയും വർഗീയതയുടെയും പേരിൽ നടക്കുന്ന ഗൂഢാലോചനയെ നമ്മൾ എങ്ങനെ മതേതരത്വം എന്ന് വിളിക്കണം? ഈ മതേതരത്വം BJPക്ക് മാത്രം ബാധകമാവുന്നതാണോ? അങ്ങേയറ്റം ഹീനമായി മാറിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിൻ്റെ ചിന്താശേഷി. സമാനമായ ഒരു ഓഡിയോ ക്ലിപ്പ് ഞാൻ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തുവിട്ടിരുന്നു. തിരുവനന്തപുരത്തെ നാടാർ സ്ഥാനാർത്ഥികൾ ലിസ്റ്റ് ചെയ്തിട്ട് രാഷ്ട്രീയം നോക്കാതെ നാടാർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്ത് നമ്മുടെ സമുദായത്തെ പുഷ്ടിപ്പെടുത്തണം എന്ന് പറയുന്ന ഒരു ശബ്ദരേഖ. അതും പച്ചയായ വർഗീയതയും ജാതീയതയുമാണ്. നമ്മുടെ സമൂഹത്തെ ഭിന്നിപ്പിക്കാനുള്ള ഗൂഢാലോചനയിൽ പിറന്നതാണ്. ഇത്തരം വർഗീയ പ്രചരണങ്ങൾക്കെതിരെ നിയമ നടപടി ഉണ്ടായില്ലെങ്കിൽ നമ്മുടെ ജനാധിപത്യം ഇല്ലാതാവും. ആ ശബ്ദരേഖ കേട്ടിട്ടില്ലാത്തവർ കേൾക്കാൻ ഒരിക്കൽ കൂടി കേൾപ്പിക്കാം. നമ്മുടെ ഇപ്പോ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ നമ്മുടെ സമുദായം, അതായത് CSI SIUC നാടാർ കമ്മ്യൂണിറ്റിയിൽ നിന്ന് 4 പേര് മത്സരിക്കുന്നുണ്ട്. ഒന്ന് അരുവിക്കരയിൽ സ്റ്റീഫൻ, അദ്ദേഹം CSI സഭാംഗമാണ്, നാടാർ SIUC ആണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കാട്ടാക്കട മണ്ഡലത്തിൽ മത്സരിക്കുന്ന MR ബൈജു, അദ്ദേഹവും CSI സഭാംഗമാണ്, SIUC ആണ്, SIUC നാടാരാണ്. അതുപോലെ നെയ്യാറ്റിങ്കര മണ്ഡലത്തിൽ മത്സരിക്കുന്നത് K ആൻസലനും N ശക്തനും, രണ്ടുപേരും നാടാർ SIUC CSI ആണ്. അതുപോലെ തന്നെയാണ് കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന ഭഗത് റൂഫസ്, അദ്ദേഹവും CSI SIUC നാടാറാണ്. അപ്പൊ നമ്മളിതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് നമുക്കിങ്ങനെ 4 നാടാര് 4 മണ്ഡലത്തിൽ കിട്ടിയത്. അപ്പൊ നമ്മള് പാർട്ടി നോക്കാതെ നമ്മള് CSI എന്ന് പറയുന്ന സമുദായം, നാടാർ SIUC CSI സമുദായക്കാർ ഒത്തൊരുമയോടെ നിന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ 4 പേരെ നമുക്ക് ഈ പാർലമെന്റിൽ എത്തിക്കാൻ പറ്റും. ഇങ്ങനെ വന്നാൽ തന്നെ നമ്മുടെ ശക്തി തെളിയിക്കാൻ പറ്റും. 4 മണ്ഡലങ്ങളിലെ നമ്മളെ കണക്കെടുത്താൽ തന്നെ CSI SIUC നാടാർ 10 ലക്ഷം പേരിന് മേളിലായി ഈ ജില്ലയിൽ എന്ന് പറയുമ്പോൾ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ഒരു കണക്കാണ്. അപ്പോ അരുവിക്കര മണ്ഡലത്തിലായാലും ശരി തന്നെ, കാട്ടാക്കടയാണെങ്കിലും നെയ്യാറ്റിങ്കരയാണെങ്കിലും കോവളത്തിലാണെങ്കിലും നമ്മൾ ഇതിൽ ഒരു കാരണവശാലും പാർട്ടി നോക്കാതെ നമ്മുടെ ആൾക്കാർ എവിടെ നിൽപ്പുണ്ടോ അവരെ നമ്മൾ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നമുക്ക് പാറശാല മണ്ഡലം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും, വാമനാപുരം നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റും. അപ്പൊ ഇങ്ങനെ കുറെ അവസരങ്ങൾ നമുക്കിപ്പോ വരുന്നുണ്ട്. അപ്പൊ നമ്മളത് ബുദ്ധി ഉപയോഗിച്ച് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്കിത് നേടിയെടുക്കാൻ സാധിക്കും. അത് വരും തലമുറയ്ക്കും വരും ദിവസങ്ങളിലും നമ്മുടെ സമുദായത്തിൽപ്പെട്ട പലർക്കും ഒരുപാട് ഗുണം ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം, നമ്മുടെ കോവള മണ്ഡലത്തിൽ മത്സരിക്കുന്ന M വിൻസെന്റ്, അദ്ദേഹം ലറ്റിൻ കത്തോലിക്ക മുക്കുവ സമുദായ അംഗമാണ്. അദ്ദേഹം വോട്ട് പിടിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അമ്മ നാടാർ എന്ന് പറയും, ചില സ്ഥലങ്ങളിൽ പോകുമ്പോൾ പറയും അച്ഛൻ നാടാർ എന്ന് പറയും.
അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നാടാരല്ല, അവര് മുക്കുവരാണ്. അത് മറന്നുപോല്. ഈ പേരും പറഞ്ഞ് നാടാർ എന്ന് പറഞ്ഞ വികാരം കൊണ്ട് ഒരു കാരണവശാലും വിൻസെന്റിന് വോട്ട് ചെയ്യരുത്. അതുപോലെ തന്നെയാണ് അവർ അടുത്ത് ഒരു ട്രോള് ചെയ്ത് വിട്ടിട്ടുള്ളത് ഭഗത് റൂഫസ്. അദ്ദേഹം മുക്കുവ സമുദായത്തിന്റെ അംഗമാണെന്ന് പറഞ്ഞ് അടിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്നോട് പലരും ചോദിക്കാറുണ്ട്, എം വിൻസെന്റ് നാടാരല്ലേ? എം വിൻസെന്റ് നാടാർ സമുദായ അംഗമല്ല. അദ്ദേഹത്തിന്റെ അച്ഛനും നാടാരല്ല, അമ്മയും നാടാരല്ല. അദ്ദേഹത്തിന് നാടാർ സമുദായമായിട്ട് ഒരു ബന്ധവുമില്ല. നാടാർ സമുദായത്തെ വളരെയധികം പുച്ഛമാണ്. കോവളം MLA ആയിട്ട് മത്സരിക്കുന്ന ഭഗത് റൂഫസ് നാടാറാണ്. അദ്ദേഹത്തിന്റെ അച്ഛനും അമ്മയും നാടാരാണ്. അമ്മയെന്ന് പറയുന്നത് നമ്മുടെ നെല്ലിമൂട് VNS ജിംനാഷ്യം ഇട്ടിട്ടുള്ള ഷിബു സാറിന്റെ ചേച്ചിയാണ് പുള്ളിയുടെ അമ്മ. പുള്ളിയുടെ ഈ ഭഗത് റൂഫസിന്റെ അപ്പനാണ് റൂഫസ് ഡാനിയേൽ. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഈ 4 മണ്ഡലങ്ങളിലും നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കാത്ത രീതിയിൽ ഒത്തൊരുമയോടെ നിന്ന് നമ്മൾ ഒരുമിച്ച് വോട്ട് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയും നമുക്ക് ഇത്തവണ നിയമസഭയിൽ ഈ 4 പേരെ എത്തിച്ചു കഴിഞ്ഞാൽ വരും അങ്ങോട്ട് പോകുന്ന പോലെ നമുക്ക് PSC മെമ്പറിന്റെ എണ്ണം നമുക്ക് കൂട്ടാൻ പറ്റും. പാർലമെന്റിൽ നമുക്ക് മത്സരിക്കാൻ വേണ്ടിയുള്ള അവസരം വരും. അപ്പൊ ഇതൊരു, അതായത് ഇപ്പോ നമുക്ക് ബിഷപ്പില്ലായിരുന്നു, നമുക്കിപ്പോ ഒരു ബിഷപ്പിനെയും കിട്ടിയിട്ടുണ്ട്. പണ്ട് യേശുദാസൻ തിരുമേനി ഇരുന്ന കാലത്ത് മാത്രമാണ് നമ്മൾ പറയുന്ന ആളിനെ നമുക്കിവിടെ കിട്ടുമായിരുന്നു സ്ഥാനാർത്ഥിയായിട്ട്. അതേപോലെ ഒരു അവസരം വീണ്ടും ദൈവമായിട്ട് നമുക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. പക്ഷെ അത് മാക്സിമം നമ്മൾ പ്രയോജനപ്പെടുത്തുക. ഒരു കാരണവശാലും പാർട്ടി നോക്കി നിങ്ങൾ വോട്ട് ചെയ്യരുത്. അരുവിക്കരയിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള റിലേഷനോ ബന്ധുക്കളോ ഉണ്ടെങ്കിൽ അവിടെ G. സ്റ്റീഫന് വോട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയുക. എന്ത് വില കൊടുത്ത് അദ്ദേഹത്തെ വിജയിപ്പിക്കുക. കേരളത്തിൽ ആര് ഭരിക്കും അതൊന്നും നിങ്ങൾ നോക്കരുത്. തിരിച്ച് കാട്ടാക്കട MR ബൈജുവിന് എന്ത് വില കൊടുത്ത് വിജയിപ്പിക്കുക. നെയ്യാറ്റിൻകര എന്ന് പറയുമ്പോഴേക്കും ആൻസലൻ ജയിച്ചാലും ശക്തൻ ജയിച്ചാലും നമ്മുടെ ആള് തന്നെയാണ്. അതൊരു പ്രശ്നമുള്ള കാര്യമില്ല. അതുപോലെ കോവളം മണ്ഡലത്തിലെ എന്തൊക്കെ രീതിയിലുള്ള നമുക്കുള്ള ബന്ധുബലമുണ്ട് അത് ഉപയോഗിച്ച് എന്ത് വില കൊടുത്തും ഭഗത് റൂഫസിനെ വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ.